ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണതും അച്ഛനെയും അമ്മയും തന്നെയാണ്. ഉറപ്പല്ലേ? അന്നും ഇന്നും എന്നും. എനിക്കൊരു തിരിച്ചൊരു എന്താ പറയുക, ബാക്കിലേക്ക് വരും. മറ്റേ നമുക്ക് ലൂപ്പെന്നല്ലല്ലോ എന്നെ പറയുന്നത്, എന്താ ഒന്ന് റീകറക്ഷൻ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കല്യാണവും കഴിക്കില്ലായിരുന്നു. പക്ഷെ അമ്പാടി വേണം കേട്ടോ. കല്യാണം കഴിക്കില്ലായിരുന്നു. കല്യാണം എൻ്റെ ലൈഫിലെടുത്ത മോശം ഡിസിഷനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നെങ്കിൽ കല്യാണമേ കഴിക്കില്ലായിരുന്നു. ഓക്കെ. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ, പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനും അമ്മയും, ഞങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് ഇപ്പോഴാണല്ലോ ഇത്രയും വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കോട്ടയത്ത് വരുന്നത്. പണ്ടൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല. അമ്മയുടെ അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് ആദ്യമേ സിംറ്റംസ് കാണിച്ചത് ജോഗ്രനസ് എന്നായിരുന്നു അമ്മയുടെ അസുഖത്തിൻ്റെ പേര്. അത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. എന്നിട്ട് ബോഡിയെ ഇത് ചെയ്യും, ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നത്. അതൊക്കെ മുന്നേ സിംറ്റംസ് കാണിച്ചിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലായി. അന്നത്തെ കാലത്ത് അതറിയില്ലേ. എൻ്റെ ചെറുതിൽ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അറിയില്ല. നമ്മൾ അറിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. പക്ഷെ എന്നാലും അമൃതയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അമൃതയെ കാണിച്ചിരുന്നു. പക്ഷെ കുറേ കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തേനെ അച്ഛനും അമ്മയ്ക്കും. ഞാൻ കുറേ കൂടെ അവരെ നോക്കിയേനെ. എനിക്ക് പല സമയത്തും തിരക്കിൻ്റെ സമയത്ത് തിരക്ക് വരുമ്പോഴേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രയോറിറ്റി കുറയും പലപ്പോഴും. അവരവിടെ ഉണ്ടല്ലോ, എപ്പോഴേലും വിളിച്ചാൽ മതിയല്ലോ. അവരുടെ കോളാണ് വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് അച്ഛനല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അത് നമുക്കറിയാം അവരവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ 5 ദിവസം വിളിച്ചില്ലെങ്കിലും 10 ദിവസം വിളിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ ഉണ്ട് എന്നറിയാം. പക്ഷെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. എന്നിരുന്നാലും പലപ്പോഴും കോള് നമ്മൾ ലൊക്കേഷനുള്ളപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ അമ്മ വിളിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ച ദിവസങ്ങളുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമല്ലോ. പിന്നെ സന്ധ്യ ആകുമ്പം അമ്മ വീണ്ടും ഓർക്കും, എപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്? അമ്മ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈശ്വര ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ കോളുകളൊക്കെ എനിക്ക് എടുക്കാമായിരുന്നില്ലേന്ന് ഇപ്പം തോന്നുന്നു. കാരണം അത് പ്രായത്തിൻ്റെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ട് കേട്ടോ ഒരുപാട്. എൻ്റെ ഭാഗത്തിൽ ഞാൻ ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്സുകളിലൊന്ന്, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നല്ലാണ്ട് അവർക്ക് ഞാൻ ടൈം കൊടുത്തില്ല. ലൈഫിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ടൈമാണ്, പ്രത്യേകിച്ച് പേരൻസിന്. ഉള്ളപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, ഉള്ളപ്പം എടി ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. സത്യമാണ്. ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള 1-2 ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം, എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ അവരുടെ അടുത്താണ് ഞാൻ തുറന്നിട്ട് ഞാൻ കരയുകയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ പറയും, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ലടി. സത്യമാണ്. അയ്യോ, നല്ല വ്യക്തമായിട്ട് അതിൻ്റെ വില അറിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഷൂട്ടിന് പോണു, ഞാൻ എൻ്റെ വീട്ടിൽ പെൺകുട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എൻ്റെ കുഞ്ഞിനെ, അവളുടെ കുഞ്ഞിനെ പോലെ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്താ, നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയും ആരെങ്കിലും, അവർ പേരക്കുട്ടികളെന്ന് വെച്ചാൽ ജീവനായിരിക്കും, നോക്കാൻ ഏൽപ്പിക്കും. എനിക്കൊരു വിഷമം വന്നാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കടന്നുപോയ ഒരുപാട് വിഷമം പിടിച്ച എൻ്റെ സിറ്റുവേഷനിലെല്ലാം എനിക്ക് പോയി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു, ഉണ്ടായിരുന്നേനെ. അതുണ്ടായിട്ടില്ല. ഞാൻ ഫോട്ടോയിൽ നോക്കിയാണ് കരഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിലങ്ങനെ ഫ്രെയിം ചെയ്ത് അച്ഛനും അമ്മയും മരിച്ച് മറ്റേ തിരി കത്തിച്ച ആ പരിപാടി ഒന്നുമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഒരു കൊച്ചു ഫോട്ടോ ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ഫ്രണ്ടിലൊരു പിങ്ക് കളറിലെ റോസാപ്പൂവായിട്ട്. അതല്ലാതെ അങ്ങനെ സെപ്പറേറ്റ് അങ്ങനത്തെ ഫീൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. നോർമലി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ വെച്ച്, എനിക്കതൊന്നും പറ്റൂല. അവരങ്ങനെ അവർ മുന്നേ പോയിരിക്കുക. അവർ വേറൊരു സ്ഥലത്തേക്ക്, ഏതോ ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോയേക്കുക. ഞാനും കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് പോകണം. എനിക്ക് വേണ്ടിയിട്ട് അവിടെ വീടൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാൻ എനിക്കിഷ്ടം ഇപ്പോൾ. അല്ല, അങ്ങനെ ചിന്തിച്ചേ മതിയാവുള്ളൂ. നമ്മൾ ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്യാന്ന്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം. അച്ഛനും അമ്മയുടെയും എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇത് ചെയ്തു കൊടുക്കണമെന്നും അവർക്കും വലിയൊരു ആഗ്രഹമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും തൻ്റെ മകള് ഒരു സിനിമയുടെ പോസ്റ്ററിൽ എൻ്റെ മോളെ കാണണം എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. രണ്ടുപേർക്കും അത് കാണാൻ സാധിച്ചിട്ടില്ല. എന്താ, വീണയ്ക്കായിക്കോട്ടെ, ആദ്യം വീണ ഒരുപാട് സന്തോഷത്തോടെയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയും അഭിനയിച്ച സ്ത്രീത്വം സീരിയൽ, ആ സീരിയലും റിലീസാവാൻ പോണൂന്ന് അറിഞ്ഞ സമയത്ത് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വീണ എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പോയി ലഡുവും ജിലേബി എല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷെ പിന്നീട് അറിയാണ് ആ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. അന്നേരം വീണ
തല കറങ്ങി വീണു. ആ ഒരു കാര്യമായിട്ടെല്ലാം അറിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അതെ. പഠിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ വന്നിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ, ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ അതെങ്ങനെയാ വീണ അന്ന് ഓവർകം ചെയ്തത്? ആക്ച്വലി അത് ഓവർകം ചെയ്യുന്നതിന് മുന്നേ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനാണ് ആദ്യം ഇൻഡസ്ട്രിയിൽ വരുന്ന ആൾ. ഉം. അച്ഛനും മലയാളത്തിൽ നിന്നുള്ള ഒരു ആ, വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഒക്കെയാണ് അദ്ദേഹം. അവർ രണ്ടുപേരോട് ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അവർ രണ്ടുപേരോട് ഒരുമിച്ചാണ് ഇൻഡസ്ട്രിയിലേക്ക്. ഞാനൊരു 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അന്ന് ടെലിഫിലിമുകളാണ് ഉള്ളത്. 13 എപ്പിസോഡ് ടെലിഫിലിമുകൾ. ഈ ഹലോ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജു ഹീറോ ആയിട്ടുള്ള അങ്ങനെ സംഭവങ്ങളാണ് ദൂരദർശനിലുള്ളത്. അന്ന് മറ്റേ ഈ മറ്റ് ചാനലുകളൊന്നും വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഡയറക്ഷൻ സൈഡിലുമാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയും എറണാകുളത്ത് വരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രേമത്തിൻ്റെ കൂടുതലും കൊണ്ട് അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നിട്ടാണ് അച്ഛൻ ഈ ഇൻഡസ്ട്രി വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്, അമ്മയ്ക്ക് കോട്ടയത്തേക്ക്. വേണ്ടിയിട്ട്. കാരണം അമ്മയും അച്ഛനും ഭയങ്കര വലിയൊരു പ്രണയവിവാഹമാണ്, കോളിളൊക്കെ സൃഷ്ടിച്ച പ്രണയവിവാഹം അത്. ആഹാ. അപ്പം അവർ അന്നത്തെ കാലത്ത് അത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കി രണ്ടുപേരും കല്യാണം കഴിച്ചതാണ്. അപ്പം അവരെപ്പോഴും പറയായിരുന്നു മരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ മരിക്കുള്ളൂ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മ മരിച്ച് 6 മാസം തികയുന്ന അന്ന് അമ്മ മരിച്ചെടുക്കുമ്പോൾ അച്ഛൻ പറയണ്ടായിരുന്നു, ലതികാമ്പാളെ എന്നാണ് വിളിക്കുക, ലതികാമ്പാളെ 6 മാസം എടി ഞാനും വരുവടി കൂടെ എന്ന്. 6 മാസം തികയുന്ന അതേ നക്ഷത്രത്തിൽ അച്ഛൻ മരിച്ചേക്കുന്നത്. ഭയങ്കര അതല്ല, ഞങ്ങൾക്കൊക്കെ പേടി വേഗം അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അതുപോലെ എൻ്റെ അച്ഛനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. സ്വാഭാവികം, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെയും അമ്മയും കണ്ടുവരുമ്പോൾ നമ്മൾ മക്കൾ അവരെ പോലെ തന്നെ ഒരാളായിരിക്കും നമുക്ക് കിട്ടുകയെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, സ്വപ്നം കാണും അല്ലേ? ആ പ്രതീക്ഷയോട് കൂടിയാണ് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് എടുത്ത്. വീണ, ഓക്കെ. എണീക്കാനും വയ്യ, ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഒരു വീഴാൻ പോണു. പറഞ്ഞ് ലാസ്റ്റ് കണ്ടീച്ച് അല്ല വീണ, അത് ശരിക്കും പ്ലീസ്. ഞാനും വീണയുടെ അതേ ഏജിലുള്ള ഒരാളാണ്. എനിക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും വീണ പറയുന്ന ഓരോ കാര്യങ്ങളും. ശരിക്കും ഞാനൊരു ലേഡിയാണ്, നമ്മൾ ഏകദേശം ഒരേ ഏജിലുള്ളവരാണ്. വീണ പറയുമ്പോൾ ഞാനിതെല്ലാം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക.